നേതൃമാറ്റത്തെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ എതിർപ്പ് തൽക്കാലം പരിഗണിക്കേണ്ടെന്നാണ് AICCയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി പുതിയ ഭാരവാഹികളെ നിയമിക്കാൻ KPCC നേതൃത്വത്തിന് AICC അനുമതി നൽകുകയും ചെയ്തു. KPCC ജനറൽ സെക്രട്ടറിമാരെയും KPCC സെക്രട്ടറിമാരെയും ഉടൻ തീരുമാനിക്കും. അതുപക്ഷേ നിയമനം ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ടാകില്ല. ഗ്രൂപ്പുകളെയും കൂടി പരിഗണിക്കാനാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ആലോചന. ജനറൽ സെക്രട്ടറിമാരായ തങ്ങളുടെ നോമിനിമാരെ നിയമിക്കാൻ പ്രധാന നേതാക്കൾ ഇപ്പോഴേ സമ്മർദ്ദം ആരംഭിച്ചിട്ടുണ്ട്. DCCയിലും അടിമുടി മാറ്റമാണ് വരാൻ പോകുന്നത്. 4 ജില്ലകൾ ഒഴികെ മുഴുവനിടത്തും പുതിയ അധ്യക്ഷന്മാർ വരും. കൂടുതൽ ചെറുപ്പക്കാരെ പരിഗണിക്കാനാണ് ആലോചന. DCC ഭാരവാഹികൾ ഉൾപ്പെടെ അപ്പാടെ മാറ്റാൻ നിലവിലത്തെ സാഹചര്യത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ തന്നെ പുനഃസംഘടന പൂർത്തിയാക്കാനാണ് ശ്രമം. ഇതിനിടയിൽ ഉണ്ടാകുന്ന എതിർപ്പുകളെ എങ്ങനെ മറികടക്കാനാകുമെന്നുള്ളതാണ് നേതൃതലത്തിലെ പ്രധാനപ്പെട്ട ചർച്ച. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ പൂർണ്ണ സജ്ജമായിട്ടുള്ളൊരു ടീം വേണമെന്നുള്ളതാണ് AICCയുടെ ആലോചന. അതാണ് അവർ ലക്ഷ്യമിടുന്നതും. സുധാകരന്റെ കടുത്ത എതിർപ്പ് നിലനിൽക്കുമ്പോഴും സണ്ണി ജോസഫിനെ നിയമിക്കുന്നതിലൂടെ പാർട്ടി ലക്ഷ്യമിട്ടതും 2026 കേരളം പിടിക്കാൻ പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ളത് തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാളും ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന് മുന്നിലെ വലിയ ലക്ഷ്യം. കേരളത്തിൽ ഇനിയും പ്രതിപക്ഷത്ത് പാർട്ടി ഇരിക്കാൻ പാടില്ല എന്ന് AICC കരുതുന്നു. ഈ സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് AICC കടക്കുന്നത്. ഇതിനിടയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെയും നല്ല നേതൃനിര പ്രവർത്തിക്കണമെന്ന് AICC ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ നീക്കങ്ങൾ കോൺഗ്രസിൽ വരാൻ പോകുന്ന പാളയത്തിൽ പടയുടെ സൂചനയോ അതോ ഒരു സുവർണ കാലഘട്ടത്തിന്റെ മുന്നറിയിപ്പോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും മുൻ തീരുമാനത്തിൽ നിന്ന് പുറകോട്ടില്ലെന്ന് ഉറപ്പിക്കുകയാണ് പുതിയ സാഹചര്യത്തിൽ AICC.